എല്ലാവർക്കും നമസ്കാരം. സൈലം എൻട്രൻസ് ഇൻഫോ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇപ്പൊ നീറ്റ് എൻട്രൻസ് എഴുതുന്ന സമയത്ത് പലപ്പോഴും പറയാം MBBS BDS, അതിന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ആയുർവേദ, ഹോമിയോ അവിടെ തീർന്നു. പക്ഷെ നമുക്ക് അറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം, 13 കോഴ്സുകൾക്കാണ് കേരളത്തില് നമ്മുടെ ഈ കൊച്ചു കേരളത്തില് നീറ്റ് എൻട്രൻസ് വഴി പ്രവേശനം കിട്ടുന്നത്. ആ 13 കോഴ്സുകളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, കോഴ്സുകൾ, അതിന്റെ സീറ്റ്സുകൾ എത്രയുണ്ട്, അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെ അതിന് പ്രവേശനം കിട്ടിയിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ 13 കോഴ്സുകൾ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ MBBS പോവാം, BDS പോവാം, ആയുർവേദ പോവാം, ഹോമിയോ പോവാം. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 തരത്തിലുള്ള കൗൺസിലിംഗ് ഒരു അലോട്ട്മെന്റ് പ്രോസസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കേരള സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന ഒരു അലോട്ട്മെന്റ് ഉണ്ട്. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ഉണ്ട്. അത് ഇതിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. MBBS BDS ആയുർവേദ, ആയുഷ് അലോട്ട്മെന്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് രണ്ടും ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യത്തെ 4 കോഴ്സുകളായല്ലോ, MBBS, 2 BDS, 3 ആയുർവേദ, 4 ഹോമിയോ, പിന്നെ സിദ്ധ യുനാനി. അത്ര കുട്ടികളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന 2 കോഴ്സുകളാണ്. താരതമ്യം ഇപ്പൊ ഈ പ്രകൃതി ചികിത്സ, നാച്ചുറോപ്പതിക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന കാലമാണ്. നിങ്ങൾ തന്നെ യൂട്യൂബിൽ കണ്ടിരിക്കുന്ന പല വീഡിയോസും പലതും ചെയ്യുന്ന നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് ആണ്. പിന്നെ വിദേശ രാജ്യങ്ങളൊക്കെ അതിന്റെ സ്കോപ്പ് വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു 2 കോഴ്സുകളാണ് BSMS സിദ്ധ, അതേപോലെ തന്നെ യുനാനി. പിന്നെ നമുക്ക് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കോഴ്സാണ് BSc അഗ്രികൾച്ചർ. ഇപ്പൊ ഞാനൊരു TV ഇന്റർവ്യൂവിൽ കണ്ട കാര്യമാണ്. പല ക്യാമ്പസുകൾ വിസിറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞൊരു ഒപ്പീനിയൻ, ഏറ്റവും കുട്ടികളെ ഹാപ്പി ആയിട്ട് പഠിക്കുന്ന ഒരു ക്യാമ്പസുകൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ കോളേജുകളാണെന്നൊക്കെ പറയാറുണ്ട്. കാരണം ഒരു ചെടിയൊക്കെ നട്ട് അല്ലെ, അതിങ്ങനെ വളർന്നതിന് പൂക്കൾ ഉണ്ടാവുക, അപ്പോൾ അതേപോലെ തന്നെ അതിന് കായികനികൾ ഉണ്ടാവുക, ഇതൊക്കെ കണ്ടിങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസ് ലോകം, അതാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. എന്തായാലും BSc അഗ്രികൾച്ചറും കൂടി കേരളത്തിൽ നീറ്റ് വഴി തന്നെയാണ് വരുന്നത്. അതിന് മറ്റൊരു അഡ്മിഷൻ പ്രോസസ് ഉണ്ട്, CVT. പക്ഷെ കേരളത്തിൽ നീറ്റ് സ്കോർ വഴി അഗ്രികൾച്ചർ നിങ്ങൾക്ക് പ്രവേശനം കിട്ടും. അതേപോലെ തന്നെ വെറ്റിനറി അല്ലെ, നമ്മുടെ കോവിഡ് കാലത്തിന് ശേഷം ഈ പട്ടി പൂച്ചയൊന്നും ഇല്ലാത്ത വീടുകളില്ല. ഈ പെറ്റ്സിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലാർക്കെങ്കിലും പറ്റിയാൽ കുഴപ്പമില്ല, എന്റെ പെറ്റ്സിന് എന്തെങ്കിലും, എന്റെ പട്ടിക്കുട്ടിക്ക് അല്ലെങ്കിൽ പൂച്ചക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ എത്രയോ ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പെറ്റ്സിന്റെ അല്ലെങ്കിൽ അനിമൽ വെറ്റിനറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട BBSc കോഴ്സുകൾ, വെറ്റിനറി ഡോക്ടർ ആവാനുള്ള BBSc കോഴ്സുകൾ നീറ്റിന് അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ അതിമനോഹരമായ 2 കോഴ്സുകൾ എന്ന് പറയാം, സെൻട്രൽ ഗവൺമെന്റിലും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിലൊക്കെ ഗസ്റ്റഡ് പോസ്റ്റിലേക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളാണ് BSc ഫോറസ്ട്രിയും BSc ഫിഷറീസ്, സമുദ്ര ഗവേഷണം, വന ഗവേഷണം, ആ മേഖലകളൊക്കെ മികച്ച കരിയറെ എത്തിച്ചേരുന്ന കോഴ്സുകളാണ് BSc ഫോറസ്ട്രിയും ഫിഷറീസും. പിന്നെ നമ്മൾ ആരെ ശ്രദ്ധിക്കാത്ത 1-2 കോഴ്സുകളുണ്ട്. BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് മേഖലയിൽ, സഹകരണ മേഖലയിലൊക്കെ മികച്ച ജോലികൾ കരിയർ നേടിത്തരുന്ന കോഴ്സാണ് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. അത് നീറ്റ് സ്കോർ വഴിയാണ് എടുക്കുന്നത്. പക്ഷെ കീമിന് അപ്ലൈ ചെയ്യണം, അലോട്ട്മെന്റ് കീമോ വഴിയാണ്, നീറ്റ് സ്കോർ പരിഗണിച്ചിട്ട് തന്നെയാണ്. BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ്, അതും അതേപോലെ തന്നെ നമ്മുടെ നീറ്റ് സ്കോർ വഴിയാണ്. BTech ബയോടെക്നോളജി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ബയോടെക്നോളജിയിലെ BTech, ഈ കോഴ്സും നീറ്റിന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്, നീറ്റ് സ്കോർ ഉപയോഗിച്ചാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ, ഈ 13 കോഴ്സുകൾ നീറ്റിന്റെ അണ്ടറിൽ വരുന്നത് മനസ്സിലാക്കാം. ഇനി ഏകദേശം അതിലെ സീറ്റ്സിന്റെ എണ്ണം പറഞ്ഞ സമയത്ത് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഓരോ വർഷവും സീറ്റിന്റെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇത് അപ്രോക്സിമേറ്റ് ആണ്, ചെറിയ വേരിയേഷൻസ് നമ്പേഴ്സിൽ ഉണ്ടാവും. ഒരു അപ്രോക്സിമേറ്റ് സീറ്റ്സിന്റെ എണ്ണമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ MBBS 5155. അപ്പൊ ഈ വർഷം അതിൽ വേരിയേഷൻ വന്നേക്കാം. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 5155 MBBS സീറ്റുകൾ, 2200 BDS സീറ്റുകൾ, 1100 BMS. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം കൂടെ സ്പെസിഫൈ ചെയ്ത് പറയാണ്, അപ്രോക്സിമേറ്റ് ആണ്, ചെറിയ വേരിയേഷൻ ഉണ്ടായേക്കാം. 1100 ആയുർവേദ സീറ്റുകൾ, ഹോമിയോ സീറ്റുകൾ 340 സീറ്റുകൾ, കാരണം ഹോമിയോ കോളേജുകൾ കുറവാണ്. പിന്നെ BSMS സിദ്ധക്ക് 50 സീറ്റുകൾ, യുനാനിക്ക് 60 സീറ്റുകൾ, BSc അഗ്രികൾച്ചറിന് 400 സീറ്റുകൾ, വെറ്റിനറിക്ക് 225 സീറ്റുകൾ, BSc ഫോറസ്ട്രിക്ക് 40 സീറ്റുകൾ, BSc ഫിഷറീസിന് 120 സീറ്റുകൾ, കോർപ്പറേഷൻ ബാങ്കിങ്ങിന് 40 സീറ്റുകൾ, BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസിന് 30 സീറ്റുകൾ, ബയോടെക്നോളജിക്ക് 15 to 30 ആണ്, 15 മുതൽ 30 സീറ്റുകൾ വരെ അവൈലബിൾ ആവും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9500 സീറ്റുകളാണ് ഈ നീറ്റ് വഴി ഡിഫറെന്റ് കോഴ്സുകളിലേക്കായിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എത്ര റാങ്ക് വരെ പ്രവേശനം കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വിശദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങളുടെ കാറ്റഗറി ആദ്യം മനസ്സിലാക്കണം.
നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ ഇഴവയാണോ മുസ്ലിം ആണോ ബാക്ക്വേർഡ് ഹിന്ദു ആണോ അങ്ങനെ പല കാറ്റഗറി SC ST ഉൾപ്പെടുന്ന കുട്ടികളാണോ അപ്പൊ EWS പല കാറ്റഗറി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാറ്റഗറി സ്പെസിഫിക് ഉണ്ടാവും. ഇതിൽ ഓരോ കാറ്റഗറിയിൽ എത്ര റാങ്ക് വരെ, ഇത് തേർഡ് അലോട്ട്മെന്റ് ആണ്. ഇതിന് ശേഷവും കുറച്ച് സീറ്റുകൾ പോയിട്ടുണ്ട്. തേർഡ് അലോട്ട്മെന്റിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. ആലപ്പുഴയിൽ ലാസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റ് ജനറൽ റാങ്ക് 857 റാങ്ക്, ഈഴവ കാറ്റഗറിയിൽ 1026. ഓരോ കാറ്റഗറിയിലാകുമ്പോഴും റാങ്കിന് വ്യത്യാസം വരും. നിങ്ങളൊന്ന് നോക്കിയേ, ജനറൽ മെറിറ്റിൽ അതായത് ഒരു റിസർവേഷൻ ഇല്ലാത്ത കുട്ടിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 857 റാങ്കില് തേർഡ് അലോട്ട്മെന്റ് പ്രവേശനം കിട്ടുമ്പോൾ അത് ST വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ 20,723 റാങ്കായി. അപ്പൊ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ കൃത്യമായി കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് നിങ്ങൾ തെളിയിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറി റിസർവേഷൻ EWS SC ST റിസർവേഷനോ ബാക്ക്വേർഡ് ഹിന്ദു റിസർവേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസർവേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അതേപോലെ തന്നെ എറണാകുളത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് 904 റാങ്ക് വരെ പോയിട്ടുണ്ട് തേർഡ് അലോട്ട്മെന്റിൽ. കോഴിക്കോട് ആവുന്ന സമയത്ത് 234 അവസാനിച്ചിട്ടുണ്ട്. പാരിപ്പള്ളി കൊല്ലത്ത് 852. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂരിലെ പെരിയാരത്തുള്ള കണ്ണൂരിലുള്ള കോളേജിൽ 902 റാങ്ക് വരെ പോയിട്ടുണ്ട്. കോട്ടയത്ത് 594, മഞ്ചേരിയിൽ 842. അങ്ങനെ പോയിട്ട് ഇത് നിങ്ങൾ ഇതിന്റെ ഒരു ഡിഫറൻസ് നോക്കിയേ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇപ്പോ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കണ്ടോ 234 ജനറൽ മെറിറ്റിലാകുന്ന സമയത്ത് ആ നേരെ EWS, എന്താ EWS എന്ന് പറഞ്ഞാൽ എന്താ, മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ്. EWS ആവുന്ന സമയത്ത് നോക്കിയാൽ റാങ്ക് പോയിരിക്കുന്നത് കോഴിക്കോട് എത്തുന്ന സമയത്ത് ഏകദേശം 1104 റാങ്ക് വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്ലെയിം ചെയ്യണം, അതിന്റെ ആവശ്യകതയാണ്. അങ്ങനെ തൃശ്ശൂർ പല കോളേജുകളിൽ കൃത്യമായിട്ട് കാണാം. ഇത് ഓൾറെഡി സീന്റെ സൈറ്റിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ നോക്കിയിട്ട് നിങ്ങളുടെ കാറ്റഗറിയുടെ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി കോളേജുകളാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. ഇപ്പൊ ഗവൺമെന്റ് കോളേജുകളിൽ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് ചെറിയ റാങ്കിനാണ് പോയിരിക്കുന്നത്. പക്ഷെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ആവുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് അല്ലസർ കോളേജ് തൊടുപുഴ, അവിടെ ജനറൽ മെറിറ്റ് തന്നെ 10,678 റാങ്ക് വരെ പോയിട്ടുണ്ട്. അത് നമ്മുടെ SC ST കാറ്റഗറി ആകുമ്പോൾ 27,000 റാങ്ക് വരെയൊക്കെ ഇവിടെ അല്ലസറിൽ തൊടുപുഴയിൽ കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും കുറഞ്ഞ റാങ്കിന് കിട്ടിയിരിക്കുന്നത് അല്ലസറിലാണ്. ബാക്കിയൊക്കെ ഈ ഗവൺമെന്റ് കോളേജുകളോട് കിടപിടിക്കുന്ന പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെ ഉദാഹരണത്തിന് അമല നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് 2,678 റാങ്കിലൊക്കെ അമല പോയിട്ടുണ്ട്. ബിലീവേഴ്സ് 3,599. അപ്പൊ ഓരോ കാറ്റഗറിയിലും അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് റാങ്കുകൾ കാണാം. ഇപ്പൊ എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. MES കോളേജ് ശ്രീഗോകുലം, ജൂബിലി മിഷൻ, KMCT, PK ദാസ്, കേരള മെഡിക്കൽ കോളേജ് പാലക്കാട്, അതേപോലെ തന്നെ മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്. പിന്നെ ഓരോന്നിന്റെയും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലാസ്റ്റ് റാങ്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷനിലേക്ക് തന്നതാണ്. ഇത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റിയിട്ട് റിസർവേഷൻ കാറ്റഗറി വരുന്ന സമയത്ത് എത്രത്തോളം റാങ്കുകൾ വ്യത്യാസം വരും. MBBSന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റു കോഴ്സുകൾ നോക്കുന്ന സമയത്ത് അതിനും നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരിക്കുന്ന റാങ്കുകൾ വ്യക്തമായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ആയുർവേദം നോക്കുകയാണെങ്കിൽ BMS നോക്കുകയാണെങ്കിൽ കണ്ണൂർ ആയുർവേദ കോളേജില് നിങ്ങൾ നോക്കിയ സ്റ്റേറ്റ് മെറിറ്റ് 11,264 റാങ്ക് വരെ ഗവൺമെന്റ് അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ അതായത് ഒരു റിസർവേഷൻ ഇല്ലാത്ത കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ആയുർവേദത്തിന്. ഈഴവയാകുമ്പോൾ 13,000, മുസ്ലിം കാറ്റഗറി ആകുമ്പോൾ 13,000, ബാക്ക്വേർഡ് ഹിന്ദു 13,000, അങ്ങനെ പോയി. EWS ആകുമ്പോൾ 21,000, SC ST വിഭാഗത്തിന് 36,000 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കാറ്റഗറി വെച്ചിട്ട് ആയുർവേദന്റെ പോസിബിലിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ കോട്ടക്കലായാലും ഒല്ലൂരായാലും തൃപ്പൂണിത്തറായാലും തിരുവനന്തപുരത്തായാലും കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമായിട്ട് എത്ര റാങ്ക് വരെ പോയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇവിടെ പോയിട്ട് കാണുന്നത് 31,406 റാങ്ക് വരെ പോയിട്ടുണ്ട്. അത് തിരുവനന്തപുരം ആയുർവേദ കോളേജിലാണ്. അത് SC ST കാറ്റഗറിയിലാണ്. EWS വിഭാഗത്തിന് 13,000, ജനറൽ വിഭാഗത്തിന് 8,703 വരെ ട്രിവാൻഡ്രം ആയുർവേദ കോളേജിൽ പോയിട്ടുണ്ട്. പിന്നെ ആയുർവേദ വിഭാഗത്തിലും പങ്കജ കസ്തൂരി, അതേപോലെ തന്നെ PN പണിക്കർ, MVR, ശാന്തിഗിരി പോലുള്ള സ്വകാര്യ മേഖലയിൽ ആയുർവേദ കോളേജുകളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പോ ജനറൽ വിഭാഗത്തിൽ തന്നെ ഓൾമോസ്റ്റ് കണ്ടോ 30,000 വരെയൊക്കെ പോയി. 28,000, 30,000, 35,000 വരെയൊക്കെ ജനറൽ വിഭാഗത്തിൽ പോയിട്ടുണ്ട് ആയുർവേദത്തിൽ. ഓക്കെ. അപ്പൊ മറ്റു കോഴ്സുകളുടെ ഇപ്പൊ അഗ്രികൾച്ചർ എടുക്കുകയാണെങ്കിൽ വെള്ളായണി ട്രിവാൻഡ്രത്തെ ആദ്യത്തെ ജനറൽ മെറിറ്റിൽ 8,400 വരെ അഗ്രികൾച്ചർ പോയിട്ടുണ്ട്. ഈഴവയാണ് 9,100 വരെ, മുസ്ലിം 10,000 വരെ പോയിട്ടുണ്ട്, ബാക്ക്വേർഡ് ഹിന്ദു 10,900 വരെ പോയിട്ടുണ്ട്. അങ്ങനെ EWS 11,509 വരെ. അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് ഇങ്ങനെ പറയാം ഒരു 8,900, 9,000 റാങ്കിനോട് അടുത്താണ് സ്റ്റേറ്റ് മെറിറ്റില് അഗ്രികൾച്ചറിന്റെ റാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ മുസ്ലിം കാറ്റഗറിയിലാണെങ്കിൽ അത് 11,000 വരെ പോവാം. അപ്പൊ നിങ്ങളുടെ റാങ്ക് സാധ്യതകൾ കൃത്യമായിട്ട് നേരത്തെ മനസ്സിലാക്കുന്ന ഗുണം ചെയ്യും.
ഇപ്പൊ ഫിഷറീസിന്റെ കാര്യം കേട്ടോ. ഫിഷറീസിന് 12,982 റാങ്ക് വരെ പോയിട്ടുണ്ട്. ഏത് ജനറൽ വിഭാഗത്തിൽ തന്നെ. അത് നമ്മുടെ IWS SC/ST ആകുമ്പോൾ 21,000 33,000 ആ റേഞ്ചിലൊക്കെ പോയിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സിഇന്റെ സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിന്റെ ഒരു ഷെയർ ചെയ്തേ ഉള്ളൂ. അതേപോലെ തന്നെ 14,000 വരെ ഫിഷറീസിന് പയ്യന്നൂർ ക്യാമ്പസിൽ പോയിട്ടുണ്ട്. പിന്നെ വെറ്റിനറിക്ക് ആണെങ്കിൽ 3,000 നല്ല ടൈറ്റ് ആണ്. 3,575 വരെയാണ് ജനറലിൽ പോയിട്ടിരിക്കുന്നത്. വയനാട്ടില് 4,300 വരെ. അപ്പോ ഓരോ കോഴ്സുകൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് റാങ്ക് പോയിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പ്ലാൻ ചെയ്യുക. പിന്നെ ഈ കോർപ്പറേഷണൽ ബാങ്കിങ് ഒക്കെ 16,000 റാങ്ക് വരെ സ്റ്റേറ്റ് മെറിറ്റ് പോയിട്ടുണ്ട്. EWS 21,000, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഹോമിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം. ഹോമിയോ നമുക്ക് 14,000 സ്റ്റേറ്റ്, ഇതൊക്കെ ജനറൽ ആണ്. സ്റ്റേറ്റ് മെറിറ്റ് 14,000, 9,000, 13,000, 14,000, 13,000. ഏകദേശം നിങ്ങൾക്കൊരു എത്ര റാങ്ക് വരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ള ധാരണയിലുണ്ടാവും. ബയോടെക്നോളജി 10,635 വരെ പോയിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് 14,900, 15,000 റാങ്ക് വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഏത് കോഴ്സ്, ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന കോഴ്സുകൾക്ക് എവിടെ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടണം, എത്ര റാങ്ക് വരെ പോകണമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒന്നുകൂടെ ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, നീറ്റ് എൻട്രൻസ് എഴുതി കേരളത്തിൽ നീറ്റ് എൻട്രൻസ് എഴുതുന്ന ഒരു കുട്ടിയുടെ മുന്നിൽ വേറെ MBBS, BDS, ആയുർവേദ, ഹോമിയോ മാത്രമല്ല 13 കോഴ്സുകളുണ്ട്. അതിന്റെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനായിരുന്നു വീഡിയോ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു സീരീസിൽ കാണാം.